ആപ്കി അദാലത്തിൽ JDU-വിന്റെ നേതാവായ നിതീഷ് കുമാറിന് മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം എല്ലാവരോടും വഴക്കുണ്ടാക്കുന്നു എന്നുള്ളതാണ്. നിതീഷ് സാർ, താങ്കളുടെ പാർട്ടി പ്രവർത്തകരും അതുപോലെ പ്രതിപക്ഷത്തുള്ളവരും രണ്ടുപേരും ഇതാണ് പറയുന്നത്. നിതീഷ് കുമാർ ജനങ്ങളെ ഏണിയെപ്പോലെ പ്രയോജനപ്പെടുത്തും, പിന്നെ തന്റെ ജോലി കഴിഞ്ഞതിന് ശേഷം എടുത്തു കളയുമെന്നും പറയുന്നു. ഇത് സത്യമല്ല. ഞാൻ എല്ലാവരെയും എൻ്റെ ഒപ്പം കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കും. പിന്നെ ഒന്ന് രണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം. പക്ഷേ ഇപ്പം ഞങ്ങളുടെ പാർട്ടിയിൽ എല്ലാവരും ഒത്തൊരുമയോടെയാണ് കഴിയുന്നത്. ഒരു കാലത്ത് താങ്കൾ ലാലു പ്രസാദിന്റെ കൂടാണ് രാഷ്ട്രീയം നടത്തിയത്. അദ്ദേഹത്തിന്റെ സഹായത്തോടുകൂടിയാണ് താങ്കൾ അസംബ്ലിയിലേക്ക് പോയത്. പിന്നീട് അദ്ദേഹത്തിന്റെ നാൽക്കാലിക്ക് തന്നെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചല്ലോ. ഇത് സത്യമല്ല. അദ്ദേഹത്തിന്റെ സഹായത്തോടെ ഞാൻ എവിടെയും എത്തിയിട്ടില്ല. ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അധ്വാനം കൊണ്ടാണ്. ഒരു സമയത്ത് അദ്ദേഹം MLA ആയി. അദ്ദേഹത്തെ ആർക്കും അറിയില്ലായിരുന്നു. പിന്നീട് 1989-ൽ MP ആയപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനും MP ആയിരുന്നു. ഞങ്ങൾ MP ആയിരുന്ന സമയത്ത് ആ സമയത്ത് ബീഹാറിൻ്റെ സിംഹം എന്ന് ആരെയാണ് വിളിക്കുന്നതെന്ന് വെച്ചാൽ രാം ലക്കൻ യാദവിനെ. അദ്ദേഹം എനിക്കെതിരായി നിന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്. ലാലുജിയുടെ സഹായത്തോടെ ഞാൻ ഇതുവരെ എങ്ങോട്ടും പോയിട്ടില്ല. അതൊരു ഭാഗ്യമായി കരുതുന്നു. അപ്പൊ താങ്കൾ പറഞ്ഞു വരുന്നത് ഇതുവരെ താങ്കൾ ജയിച്ചതെല്ലാം താങ്കളുടെ കഷ്ടപ്പാട് കൊണ്ട് മാത്രമാണെന്നാണ്? അല്ല, ജനങ്ങളുടെ പിന്തുണ കൊണ്ട്. ലാലുവിൻ്റെ പിന്തുണ കൊണ്ട് ഞാൻ എവിടെയും എത്തിയിട്ടില്ല. മറിച്ച് ഞങ്ങളുടെ സഹായത്തോടെ, ഞങ്ങളുടെ അനുഗ്രഹം കൊണ്ട് ബഹുമാനപ്പെട്ട കർപ്പൂരി ഠാക്കൂറിന്റെ മരണത്തിനു ശേഷം ലോക്ദൾ നിയമസഭാംഗമാകാനുള്ള അവസരം എനിക്ക് കിട്ടി. ഞങ്ങളുടെ അധ്വാനം കൊണ്ട് അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. പിന്നെ ഞങ്ങളുടെ പിന്തുണ കൊണ്ട് 1990-ൽ അദ്ദേഹം മുഖ്യമന്ത്രിയായി. അദ്ദേഹത്തിന്റെ സഹായം കൊണ്ട്, അദ്ദേഹത്തിന്റെ കരുണ കൊണ്ട്, അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇതുവരെ ഒന്നും ആകാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ഒന്നും ആയതുമില്ല. പക്ഷേ സെൻട്രലിൽ മന്ത്രിയാവാൻ വേണ്ടി താങ്കൾ ജോർജ് ഫെർണാണ്ടസിന്റെ സഹായം തേടി. ഇതിൽ സഹായം അഭ്യർത്ഥിക്കേണ്ട ആവശ്യം എന്താണ്? അദ്ദേഹം ഞങ്ങളുടെ ലീഡറാണല്ലോ. വെറും പേരിന് മാത്രമാണ് നേതാവ്. പാർട്ടിയെ റൺ ചെയ്യുന്നതും താങ്കളാണ്, നടത്തുന്നതും താങ്കളാണ്, ചീത്തയാക്കുന്നതും താങ്കളാണ്. ഇല്ലല്ല, അങ്ങനെയൊന്നുമില്ല. അദ്ദേഹം പേരിന് മാത്രമല്ല നേതാവ്, ശരിക്കുള്ള നേതാവാണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഞങ്ങൾ പ്രവർത്തിക്കാറുള്ളത്. പിന്നെ ബീഹാറിനെയും ജാർഖണ്ഡിനെയും കുറിച്ച് പറയുകയാണെങ്കിൽ ജാർഖണ്ഡ് ബീഹാറിൽ നിന്ന് പിരിഞ്ഞതാണ്. സോ അതുകൊണ്ട് ഞങ്ങൾ തുടർന്ന് പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമായിരുന്നു. ഇതുപോലെ ധാരാളം MP-മാരുണ്ട്. അവരുടെ സഹായത്തോടുകൂടി താങ്കൾ സെൻട്രൽ ഗവൺമെന്റിൽ മന്ത്രിയായി. അവരുടെ സഹായത്തോടുകൂടി NDA ഗവൺമെന്റും പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ MP-മാരെ എല്ലാം ദേഷ്യപ്പെട്ട് താങ്കൾ പാർട്ടിയിൽ നിന്ന് നീക്കം ചെയ്തു. ബ്രഹ്മാനന്ദ് മണ്ഡൽ, പിന്നെ രഘുനാഥ് ഷാ, താങ്കൾക്ക് ഓർമ്മയാണെന്ന് തോന്നുന്നു. അവരെ ആരെയും മാറ്റിയില്ലല്ലോ. താങ്കൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി. അവർ തന്നെയാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയത്. അതിന് ഞാൻ കാരണമല്ല. അതായത് അവര് അനാവശ്യമായി വഴക്കിട്ടുകൊണ്ടിരുന്നു. പിന്നെ പുറത്തുപോയി. ഞങ്ങൾ ഇതുവരെ ആർക്കും ദ്രോഹം ചെയ്തിട്ടില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഞങ്ങൾ ആരുടെ പ്രഷറും സ്വീകരിക്കില്ല. അവർ താങ്കൾക്കെതിരായിട്ട് കുറ്റങ്ങൾ ആരോപിക്കുകയാണ്. പബ്ലിക്കിലും പാർലമെന്റിലും പ്രധാനമന്ത്രിക്ക് ലെറ്റർ എഴുതിയിരിക്കുന്നു. അവർക്ക് പാർട്ടിയിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? ആ സമയത്ത് ഞാൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും പറഞ്ഞിരുന്നു. കുറ്റം ചുമത്തിയിട്ട് അവർ പൊയ്ക്കളഞ്ഞു. ഇപ്പോ വേറെ ഗവൺമെന്റാണ്. അവരുടെ കുറ്റാരോപണം ഇവർ തീർച്ചയായും അന്വേഷിച്ചല്ലേ പറ്റൂ. ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, CBI-യോ അല്ലെങ്കിൽ അതിലും വലിയ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ. താങ്കൾ ഏത് പാർട്ടിയിലാണെങ്കിലും ആ പാർട്ടി നിതീഷ് കുമാറിന് വേണ്ടി, നിതീഷ് കുമാർ മുഖേന നിതീഷ് കുമാറിന്റെ കൺട്രോളിലായിരിക്കും ഉണ്ടായിരിക്കുക. എന്റെ ഭാഗത്തുനിന്ന് ഞാൻ അങ്ങനെയുള്ള ശ്രമങ്ങളൊന്നും നടത്തിയിട്ടില്ല. പാർട്ടിക്കുള്ളിൽ ഞാൻ പറയുന്നതേ കേൾക്കാവൂന്നൊക്കെ. അതുമാത്രമല്ല, ഞങ്ങൾ എല്ലാവരുടെയും അഭിപ്രായം ചോദിക്കാറുണ്ടായിരുന്നു. അതായത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ, അതും എന്റെ അഭിപ്രായങ്ങളാണെന്നേ പറയൂ. മറ്റൊരു കുറ്റാരോപണം എന്താണെന്ന് വെച്ചാൽ, ഇലക്ഷന്റെ സമയത്ത് താങ്കൾ ജോർജ് ഫെർണാണ്ടസിനോട് മണ്ഡലം മാറാൻ പറഞ്ഞ് നിർബന്ധിച്ചെന്ന് കേട്ടു. കാരണം താങ്കൾക്ക് അവിടെ മത്സരിക്കണമെന്നുള്ള താല്പര്യം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജനങ്ങൾ എന്നെ നിർബന്ധിച്ചു. അദ്ദേഹം നളന്ദയിൽ തന്നെ മത്സരിക്കണമെന്ന് ഞങ്ങൾ ഒരുപാട് പറഞ്ഞു നോക്കി. പക്ഷേ ആ നാട്ടുകാരുടെ സമ്മർദ്ദം കാരണം അത് മാറ്റേണ്ടി വന്നു. ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടേയില്ല. അപ്പോൾ ഈ ഇംപ്രഷൻ എങ്ങനെയാണ് വന്നത്, പാർട്ടിയിൽ എല്ലാ തീരുമാനങ്ങളും താങ്കളാണ് എടുക്കുന്നതെന്ന്? ആ സമയത്ത് പാർട്ടിയിൽ വേറൊരാൾ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നതുകൊണ്ട് ഇവിടെയും അങ്ങനെയാണെന്ന് പറഞ്ഞു വരുത്തി. പക്ഷെ ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ എപ്പോഴും ഒത്തൊരുമയോടെയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും ലീഡർ ജോർജ് ഫെർണാണ്ടസ് തന്നെയാണ്. പിന്നെ ശരത് യാദവുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ എല്ലാവരുടെയും പേര് വരൂ. ഇതിനെക്കുറിച്ച് ജനങ്ങൾ എന്ത് പറയുന്നെന്ന് നമുക്ക് നോക്കാം. നിതീഷ് സാർ, താങ്കൾ ഒരു വലിയ ലീഡറാണ്. ഇത്രയും നേരം താങ്കൾ സംസാരിച്ചത് വെച്ച് നോക്കുകയാണെങ്കിൽ താങ്കൾ ബീഹാറിന് വളരെയധികം കൺസെന്റ് ആണ്. പക്ഷെ താങ്കൾക്ക് ഇങ്ങനെയൊന്നും തോന്നുന്നില്ലേ? സെൻട്രലിൽ വിട്ടിട്ട് ബീഹാറിലേക്ക് വന്നപ്പോ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അവിടുത്തെ അവസ്ഥയ്ക്ക് എന്തെങ്കിലും മാറ്റം വരില്ലേ?
ഡെവലപ്മെന്റും നിങ്ങളുടെ ഉണ്ടാകും. അഡ്വൈസ് ഞാൻ തീർച്ചയായും സ്വീകരിക്കാം. സത്യത്തിൽ താങ്കൾക്ക് ബീഹാറിനെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുമോ? ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഞങ്ങൾ ബീഹാറിനെ മുൻനിരയിലെത്തിക്കും. താങ്കൾ പസ്വാനെ പോലെ സംസാരിക്കുന്നു, പക്ഷെ അദ്ദേഹം പോയല്ലോ. ഇത് സത്യമല്ല. ഞങ്ങൾ കർഷകരാണ്. കർഷകർ വിത്ത് വിതയ്ക്കുകയാണ് ചെയ്യുക. പലപ്പോഴും നഷ്ടമുണ്ടാകാം. പക്ഷെ ഒരിക്കലും അവർ വിത്ത് വിതയ്ക്കാതിരിക്കില്ല, ഒരിക്കലും. ഞങ്ങളുടെ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. പൂർണ്ണ വിശ്വാസമുണ്ട്. പക്ഷെ ഇത്തവണ നല്ല വിളവുണ്ടാകും. ബീഹാറിന് നല്ല മാറ്റമുണ്ട്.